ഹലോ ഗൈസ്, ഡോണ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹെസൂസ് എന്ന് പറയുന്ന ഒരു ഇഗ്ലേസിയുടെ അടുത്താണ്. ഹെസൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിന് ഒരു ചേർച്ചാണ്. ഈ ചേർച്ചിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിയടിപ്പള്ളി എല്ലാം കാണുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ചേർച്ചാണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ, പള്ളി റീനോവേഷന്റെ ഭാഗമായിട്ട് കുറെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തൊളയത് മൊത്തം കാണാന്നാ പറയുന്നത്. അത് നോക്കിട്ട് വരാം എന്താ അവസ്ഥ. ഉള്ളിൽ കയറാം. ഇവര് കയറുന്നതിന് മുമ്പ് നമുക്ക് കയറാം. ഇവര് കയറുന്നുണ്ടോ? ഇത് സിറ്റി ടൂറിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന്റെ താഴത്തുള്ളൊരു മാപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ കുറെ സ്റ്റെപ്സുകളുണ്ട്. എല്ലാ വർഷവും ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻസിന് ഈ പള്ളി ഇടുന്നതാണ്. പള്ളിയിലേക്ക് വരുന്നൊരു എൻട്രൻസ് ആണ് ഇത്. ഈ എൻട്രൻസിന് 2 ഡോറുകളാണ്. ആദ്യമായിട്ട് തൊളയത്തിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ എൻട്രൻസിന് വേണ്ടിയിട്ട് എത്ര രൂപയാണെന്നുള്ളതെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവാണ് പള്ളിയിലേക്ക്. കൃത്യം 3 മണിയാവുന്ന സമയത്താണ് നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. ഞായറാഴ്ചകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള റെസിഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഞായറാഴ്ചകൾ സർവ്വസാധാരണമായിട്ട് എല്ലാ സംഭവം ഫ്രീ ആണ്, ഗ്രാറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പള്ളിയിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് കിട്ടി. ഇതിന് മൊനുദൽ തൊളേദോ എന്നാണ് പറയുന്നത്. ഇത് ഗ്രാറ്റീസ് ആണ്, അതായത് ഫ്രീ ആണ് തികച്ചും. കാരണം നമ്മളിവിടെ താമസിക്കുന്നത് കൊണ്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റും. ഞാനിവിടെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. കാരണം ഞാൻ ഇച്ചായനം കൊണ്ട് വന്നിട്ട് ഫസ്റ്റ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കും ഇച്ചായനും ഒരുപോലെ സർപ്രൈസ് ആയിരിക്കും. ഇവിടെ പള്ളിയുടെ ഉള്ളാണ് കേട്ടോ. ഓരോ കവാടത്തിൻ്റെ ഉള്ളിലും പലതരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കുമ്പസാര കൂടല്ലേ? ഹെസൂസ് പള്ളിയുടെ ഉള്ളിലുള്ള രൂപകൂടുകളാണ് ഇവയൊക്കെ. മാതാവിന്റെയും യേശുവിന്റെയും സ്നേഹമാരുടെ ഒക്കെ രൂപകൂടുകൾ ഉണ്ടെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുന്നത് യേശുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹെസൂസ് ചർച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പള്ളിയുടെ ഒട്ടുനടുക്കായിട്ട് ഏതോ ഒരു പുരോഹിതനെ അടക്കം ചെയ്തിട്ടുള്ള കല്ലറയുണ്ട്. നിലവിൽ ഈ പള്ളിയിൽ ആരാധന നടന്നു പോകുന്നു. വളരെ ഉയരം കൂടിയ പള്ളി ആയതുകൊണ്ടും തൊളേദോ മൊത്തത്തിൽ കാണാൻ പറ്റുന്നതുകൊണ്ടും ടൂറിസ്റ്റേഴ്സിനായിട്ട് ഈ പള്ളി എപ്പോഴും ഓപ്പൺ ആണ്. വെർഹിന്തൽ സക്കോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാതാവിൻ്റെ ഒരു കുഞ്ഞു ചർച്ച്. ഇത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ചർച്ചാണ്. പക്ഷേ അതിൻ്റെ ഇടനാഴികളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എല്ലായിടത്തും ചെറിയ ചെറിയ അൾത്താരാസ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു മാതാവിൻ്റെ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു പള്ളി പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. വ്യാകുല മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇവിടെ മാതാവിനാണ് പ്രാധാന്യം കൂടുതൽ. മാതാവിൻ്റെ ഓരോ ഗ്രോട്ടോസും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ ആളുകൾ ബലിപീഠത്തിൻ്റെ മുകളിൽ ഇത് പണ്ട് നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞ പോലെ ബലികുടീരത്തിൽ സമർപ്പിക്കാനായിട്ട് ബലിപീഠത്തിൻ്റെ യാഗത്തിന് വേണ്ടിയിട്ട് അർപ്പിച്ച കുറേ സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. പണ്ടത്തെ സ്പാനിഷുകാരുടെ വീടുകളിലൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. ഇത് വർഷങ്ങളായിട്ട് ഇത് തലമുറകൾ കൈമാറി വരുന്ന ഓരോ സംഭവങ്ങളാണ്. അതിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തിട്ടുള്ള മുഖ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ബലിപീഠത്തിൽ അച്ഛൻ യാഗത്തിന് വേണ്ടി വെക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലും ഇവിടെ ആളുകൾ കൂടുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഭയങ്കര ശാന്തമാണ് കേട്ടോ ഈ പള്ളി. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പതുക്കെ രീതിയിൽ മാത്രമാണ് വരുന്നത്. ഭയങ്കര ശാന്തമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ചർച്ചിൻ്റെ മുകളിലോട്ട് കയറാൻ പോവാണ്. 131 സ്റ്റെപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ വാർണിംഗ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടേക്ക് കയറാൻ പാടില്ല, കാർഡിയാക് പേഷ്യൻസോ അങ്ങനെയുള്ള ആളുകളൊന്നും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സ്കാൻ ചെയ്യാനായിട്ടൊരു സംഭവമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറി നോക്കാം. 6, 7, 9, 10, 11. നമ്മുടെ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരു ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. അത് 131 പടികളെന്നാണ് പറയുന്നത്. ഞാൻ എണ്ണുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. പടികൾ എണ്ണുന്നുണ്ടോ? 22 ഇങ്ങോട്ട്. ഇത് ടവർ ആക്സസ് കയറാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ കണ്ടത് വൈറ്റ് കളറിലുള്ളൊരു ബിൽഡിംഗ് ആണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നിറച്ചും ഇഷ്ടിക വെച്ച് നിറച്ചിരിക്കുന്നതായിട്ടുള്ള ഗൈസ് നടന്നു വന്നപ്പോൾ ശരിക്കും നല്ല രീതിയിൽ നെഞ്ചൊക്കെ ഇടിക്കാൻ തുടങ്ങി.
അപ്പോൾ അതാണ് ഈ സംഭവം. ഇത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. മുകളിലേക്ക് പോകുന്തോറും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി തോന്നും എന്ന് തോന്നുന്നു. കാരണം സ്റ്റെപ്പ് കയറിയിട്ട് ബ്രീത്തിങ് ഭയങ്കര ഡിഫിക്കൽട്ടി. ഒരു ആർച്ച് മോഡലിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുമ്പോഴും ഇവർ ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ താഴത്തെ കത്തീഡ്രൽ കാണാം, അൽക്കസാർ കാണാം. ഈ ഇഗ്ലേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ചർച്ചിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തുറക്കാം. അവരോട് പറഞ്ഞിട്ട് അവർ താക്കോൽ വെച്ച് തുറന്നു തരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മാപ്പാണ്, നമുക്കിത് നോക്കാം. ഇതൊരു സ്പാനിഷ് ഹെറിറ്റേജ് ആണ്. അതായത് ഇതിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ₹1.50 തോന്നുന്നു. അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കത്തീഡ്രലിൻ്റെ മോഡലുള്ള ₹1 കോയിൻ നമുക്ക് തരും. അത് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഇതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. €2. ഇവിടെ €2 ആണ് കേട്ടോ. €2 ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. ₹1 ഉണ്ട്, 50 പൈസയുടെ ഉണ്ട്. ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്. മുകളിൽ ഇൻസേർട്ട് €2 എന്ന് എഴുതിയതാണ്. ഓക്കെ. അപ്പം ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉന്നതിയിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മനോഹാരം നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ ഭംഗിയുണ്ട് ഈ റൂഫ് ടോപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് കത്തീഡ്രൽ കാണുമ്പോൾ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിലങ്ങോട്ട് കയറിയിട്ട് അപ്പുറത്തേലും ഇറങ്ങണേന്ന് തോന്നുന്നു. എപ്പോഴാണ് ഇങ്ങനെ റൗണ്ട് ആണെന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റും. അതുപോലെ ഇങ്ങനെ വഴിയിട്ടങ്ങനെ. പക്ഷേ ഇതിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് ടെറസിൽ കയറി അതിലിറങ്ങാൻ. ഇനി നമുക്ക് കയറാനുള്ളത് പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള റൂഫ് ടോപ്പിലാണ്. എങ്ങനെയാണ് റൂഫ് ടോപ്പിലേക്ക് കയറണേന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ചെറിയൊരു വഴി കൂടെ പോയതാണ്. പിന്നെ വിശാലമായിട്ടുള്ളൊരു വഴിയാണ് ഞങ്ങൾ കണ്ടത്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ മൊത്തം കയറിയിട്ട് വേണം നമ്മൾ റൂഫ് ടോപ്പിൽ എത്താനായിട്ട്. അവിടെയാണ് ബൃഹത്തായിട്ടുള്ള മണിയുള്ളത്. പ്രാവുകളാണ് ഇതിന് അധികാരമാക്കി വെച്ചിരിക്കുന്നത്. പ്രാവിനെ തടയാൻ നെറ്റ് എല്ലാം കാണാൻ പറ്റും. അകത്തുനിന്നുള്ളത് പുറത്താക്കി. ചെറിയൊരു വ്യൂവാ. ലിഫ്റ്റ് വെച്ചേക്കണേന്നാണ്. കത്തിട്ടിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തൊളയതുള്ള എല്ലാ സാധനങ്ങളും കാണാം. ചെറിയൊരു വാതിലുണ്ട്. അടയും ഓട്ടോമാറ്റിക്കലി അടയണ വാതിലാണ്. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് പോകേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ ചായം പറഞ്ഞത് ഇതിന്റെ മുകളിൽ കൂടെ കയറി പോവാന്ന്. പക്ഷെ ആലോചിച്ചൊക്കെ കഴിച്ചു, ഇതിന്റെ മുകളിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊഹിബിറ്റഡ് പാസോ എന്ന് പറഞ്ഞു. ഇത് ഓട്ടോമാറ്റിക്കലി അടയുന്ന ഇതാണ്. ഈ ചേട്ടൻ്റെ നല്ല ബുദ്ധിക്ക് നന്ദി. ഇനി പറയരുത് ഒരിക്കലും. ഇവിടെ നടക്കുമ്പോ കുറച്ച് പേടി, പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ നിന്ന് നിൽക്കുമ്പോ തന്നെ നമുക്കതേ ഇത് ചൊറിയണാണോ അവനരി സംഭവം കാണാൻ പറ്റും. ചൊറിയണ്ണുണ്ടേ. ചൊറിയണം. ഇത് ചൊറിയണം. പിന്നെ ഒരു ഔഷധ സസ്യമാണോ? എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. നമുക്ക് കത്തീഡ്രലിന് തൊട്ടടുത്ത് കാണുന്ന മാതിരി തോന്നുന്നില്ലേ? നല്ല രസമല്ലേ കാണാൻ? കത്തീഡ്രലിന്റെ മുകളിലും കൂടി കയറി കൊള്ളാന്നുണ്ട്. അത് കയറാൻ പറ്റുമോന്ന് അറിയില്ല. നമുക്ക് ശ്രമിക്കാം. ഇവിടുത്തെ മണികൾ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കവാടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് മണിയുള്ളത്. ഈ ഒരു പള്ളിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, മണിയടിപ്പള്ളി. ഇത് 1ാമത്തെ കമ്പാനിയാണ്. ഇത് 2ാമത്തെ കമ്പാനിയ. ഇത് 3ാമത്തെ കമ്പാനിയ. അത് പ്ലാവ് പിടിച്ച് പോയതായിരിക്കില്ലേ പച്ച? പ്ലാവ് പിടിച്ചായതായിരിക്കും പച്ച. പക്ഷെ മണി എടുത്ത് മാറ്റി, എടുത്ത് മാറ്റി. കാരണം ഇവിടെ എല്ലാവരും വന്നിട്ട് മണിയടിക്കും, അതുകൊണ്ട്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സമയമാണിത്. നമ്മൾ വരുന്നത് ഏതായാലും ഗുഡ് ടൈം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം 3 മണിയാണ് ഉണ്ടായിരുന്നത്. ഈ മണിക്കൊക്കെ ഇതുപോലെ തന്നെ മണി അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം റിമൂവ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ചെറിയ ചെറിയ സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കുറേ വഴികൾ, ആ വഴികളൊക്കെ ഏത് കൂടെയാണ് പോണേ. ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴാണ് നമുക്കൊരു പ്രൊജക്ഷൻ
പ്രത്യക്ഷം പോലെ എല്ലാ സംഭവങ്ങളും കാണാനായിട്ട് പറ്റും. മോളിൽ നിന്ന് നോക്കുന്നതും ഒരു വേറൊരു അനുഭവം തന്നെയാണ്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ കത്തീഡ്രലിൻ്റെ ഒരു വേർഷൻ എന്ന് പറയാനായിട്ട് ഒരു ഭംഗിയുള്ളൊരു വേർഷൻ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ്. കാരണം കത്തീഡ്രൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ശരിക്കും കത്തീഡ്രൽ എന്താണ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി അകലെ നിൽക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ കത്തീഡ്രലിൻ്റെ ആ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു പള്ളിയാണ് കത്തീഡ്രൽ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിത് ഇവിടുന്ന് നോക്കും, ഓരോ വർഷം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. വാജി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് കത്തീഡ്രൽ നോക്കുമ്പോൾ കത്തീഡ്രലിൻ്റെ വേറൊരു വെർഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കത്തീഡ്രലിൻ്റെ വേറൊരു വെർഷൻ. ശരിക്കും പറഞ്ഞ കത്തീഡ്രൽ എന്താണ്, ഉള്ളിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി എന്താണെന്നുള്ളത് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴാണ്. മണി അടിക്കുന്ന സാധനം മുകളിൽ എന്താ സാധനം തൂക്കിട്ടേക്കുന്നത്? ഇത് മണിയടിക്കുന്നത്, ഇതാണ് മണിയടിക്കുന്ന സംഭവത്തിന്റെ ഇത് ഇവിടെ ഇതിന്റെ ഉള്ളിൽ കെട്ടി തൂക്കും. ഇതേ സംഭവം അല്ലേ? ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടേക്ക് ഇപ്പൊ ഫിറ്റ് ചെയ്യുള്ളൂ. ഹെസൂസ് പള്ളിയുടെ മുകളിലുള്ള റൂഫ് ടോപ്പ് കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി താഴത്തേക്ക് ഇറങ്ങാം. നമ്മൾ വന്നത് ഇതേപോലെയുള്ള സ്റ്റെപ്പ് വഴി തന്നെയാണ്. പക്ഷെ സ്റ്റെപ്പിന്റെ നീളം നിങ്ങൾ കണ്ടില്ലല്ലോ. വെറുതെ അല്ല ഈ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പ് തന്നെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അറ്റാക്കും കാര്യങ്ങളുള്ള പേഷ്യൻസിന് സ്റ്റെപ്പിൽ കൂടെ കയറുന്നത് ഇറങ്ങുന്നത് വളരെ അപകടം പിടിച്ച പണിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും കുത്തനെയുള്ള സ്റ്റെപ്പുകൾ അപകടകരമാണ് എങ്കിൽ തന്നെ ആരോഗ്യവാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് സ്റ്റെപ്പിലേക്ക് കയറുന്നുണ്ട്. ഇനി ഇവർ ആസ്വദിക്കട്ടെ റൂഫ് ടോപ്പിന്റെ ഭംഗി. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇറങ്ങാനുള്ള ആ എളുപ്പം കയറാനുള്ള സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു അല്ലെ. വളഞ്ഞും വളഞ്ഞും കിടക്കുന്ന സ്റ്റെപ്പാണ്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ കയറിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ടല്ലോ. അങ്ങനെ യേശൂസ് പള്ളിയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം നമ്മൾ കണ്ടു. ഈ പള്ളിനെ മണിയടിക്കണ പള്ളി എന്ന് പറയാനായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടെ മണിയുണ്ട്, അത്ര തന്നെ. നമുക്കിവിടെ ഒരു TV കാണാൻ സാധിക്കും. ആ TV-യിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഒരു നോർമലായിട്ട് നമുക്ക് കാണണമെങ്കിൽ നോർമൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോർമലായിട്ട് കാണാൻ പറ്റും. അല്ലാത്തതാണെങ്കിൽ അവർ ചോദിക്കും ആർക്കിടെക്ചറായിട്ടുള്ള രീതിയിൽ കാണണമെന്ന്. അങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു സംഭവമാണ് ഒരു മിനി ടെലിവിഷൻ. ഇത് ജസ്റ്റ് ആർക്കിടെക്ചറൽ വ്യൂസ് ആണ് കേട്ടോ. ഇവർ ചെയ്തേക്കുന്ന ആർക്കിടെക്ചറൽ ആയിട്ടുള്ള സംഭവത്തിൻ്റെ ഒരു വ്യൂ. എന്ത് വ്യൂ ആണത്? പാരനോർമൽ. കത്തീഡ്രലിനുള്ള കംപ്ലീറ്റ് കവർ ചെയ്ത് കാണാൻ. പിയാനോ ആണോ? പിയാനോ പൂട്ടിയിട്ടേക്കാണ്, അകത്തേക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. 1 2 3 4 5 6 7 8 പെഡലുള്ള പിയാനോ. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇതാണ് ഹെസൂസ് പള്ളിയുടെ ഉള്ളിൽ ഫേവറേറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ ആണ്. ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വ്യൂ ആണ്. ഇവിടുത്തെ മണിയാണ്. ഇവിടെ മണിയടി പള്ളി എന്നും ഹെസൂസ് പള്ളിന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ക്രോട്ടോസും പിന്നെ അതുപോലെ തന്നെ ഈ പള്ളി പണിത വർഷങ്ങളും പള്ളിയുടെ പ്രാധാന്യവും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ വ്യൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആർക്കിടെക്ചറായിട്ടും പാരനോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയ ടെലിവിഷൻ ഉണ്ട്. ഈ ടെലിവിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കാണാനായിട്ട് സാധിക്കും. ഗൈസ്, ഹെസൂസ് പള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ.